നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഇറാനി പോളയാണ്. 200 ഗ്രാം ബോൺലെസ് ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞത്, ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം അരമണിക്കൂർ മാറ്റി വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം ഇത് നന്നായി വറുത്തെടുക്കുക. വറുത്ത ചിക്കൻ പൊടിയായി കൈകൊണ്ട് മുറിച്ചിടുക. ഇനി ചിക്കൻ വറുത്ത അതേ ഓയിലിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി, 1 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, ചിക്കൻ മസാല 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ. നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക. മുഴുവനും ചേർക്കണ്ട, കുറച്ച് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില ചേർക്കുക. ഇനി ഇത് മാറ്റി വയ്ക്കുക. ഈ മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട, 1 കപ്പ് മൈദ, 1 കപ്പ് പാല്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇവ ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം ഒരു പാനിൽ എണ്ണയൊഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ മിക്സ് പകുതി ഒഴിക്കുക. 5 മിനിറ്റ് മൂടി കത്തിച്ച ശേഷം തുറന്ന് അതിൻ്റെ മുകളിൽ ഫില്ലിങ് ഇടുക. ഇനി ബാക്കിയുള്ള മാവ് മുഴുവൻ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുക. കൂടാതെ ക്യാപ്സിക്കം ഇങ്ങനെ അരിഞ്ഞ് വയ്ക്കുക. ഇനി ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കുക. ചെറുതീയിലിട്ട് വേവിക്കുക. 15 മിനിറ്റിന് ശേഷം എടുത്ത് മറിച്ചിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിക്കുക. നമ്മുടെ ഇറാനി പോള റെഡി.